നമ്മുടെ ചാനൽ ഇതാ 100K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. എനിക്കിങ്ങനെ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടത് അറിയുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് നമ്മുടെ ചാനൽ ഇത്ര പെട്ടെന്ന് ഇത്ര ഒരു ഹൈറ്റിലെത്തിയത്. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയാണ്. ഏറ്റവും സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 10th month കംപ്ലീറ്റ് ആവുകയാണ്. അതിൻ്റെ കൂടെ 100 വീഡിയോസും കംപ്ലീറ്റ് ആവുകയാണ്. അതിൻ്റെ ഒപ്പമാണ് 100K സബ്സ്ക്രൈബേഴ്സും ആയിട്ടുള്ളത്. എല്ലാവരും 1010 ഭയങ്കര മാച്ചായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചാനലിൻ്റെ ഇത്രയും പെട്ടെന്നുള്ള ഈ ഒരു ഗ്രോത്തിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും പറ്റുള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും അതൊക്കെ എല്ലാവരും കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്നാണ് ചാനൽ മുന്നോട്ടേക്ക് എത്തിയത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞാൻ പറയാണ് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു പേഴ്സണൽ വ്ളോഗായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചിയിലെത്തിയിട്ട് ഹോം ടൂർ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോം ടൂറിൻ്റെ കൂടെ ഈ ഒരു സന്തോഷ വാർത്തയും കൂടി നിങ്ങളുടെ ഒപ്പം പങ്കുവെക്കാന്നുള്ളൊരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. പുതിയ ഫ്ലാറ്റ് നമ്മളിപ്പോൾ കൊച്ചിയിൽ വന്നിട്ട് ഇപ്പോൾ 1 മാസമാണ് ആയത്. ഞാൻ മൂന്നാർ ട്രിപ്പ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് ആദ്യം കാണാം അല്ലേ. ഇതാണ് നമ്മുടെ സെൻട്രൽ ഹാള്. അപ്പൊ ഇതാണ് നമ്മുടെ TV പാനല്. ഇവിടെ നമ്മുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ബാംഗ്ലൂരിലെ ഹോം ടൂറിൽ ഞാൻ കുറേ ഫോട്ടോസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അത്ര പറ്റുന്നില്ല, എന്നാലും മാക്സിമം വെച്ചിട്ടുണ്ട്. ഫുൾ ഫാമിലി ഫോട്ടോ ആണ്. പിന്നെ ഇതാ നമ്മുടെ ഹാളിന്ന് പുറത്തേക്ക് വലിയൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് കൊച്ചിയുടെ ഒരു കുറച്ച് വ്യൂ നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ഹാൾ എന്ന് പറയുന്നത് ഫുൾ ആയിട്ടുള്ള ഒരു ഹാളാണ്. ഡൈനിങ് റൂം എന്ന് പറഞ്ഞിട്ടില്ല, ഓപ്പൺ ആയിട്ടുള്ള ഹാളാണ്. അപ്പൊ ഇവിടെ സോഫ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പുറകിലായിട്ടാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ. ഈ ഡൈനിങ് ടേബിൾ ഒക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് പരിചയം ഉണ്ടാവും. എല്ലാം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിള്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോ ഇവിടെയാണ് നമ്മുടെ വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് പരിചയം ഉണ്ടാവും. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോ ഷൂട്ടിലൊക്കെ ഞാൻ ഈ ഭാഗത്തു നിന്നൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണ്. ഇവിടുന്ന് പിന്നെ 2 റൂമാണ്. അതിൽ ഇതാണ് നമ്മുടെ റൂം, മാസ്റ്റർ ബെഡ്റൂം ആണ്. അപ്പോ ഇവിടെയാണ് നമ്മുടെ ഉറക്കമൊക്കെ. അങ്ങനെ കൂടുതൽ കാര്യമൊന്നുമില്ല. ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്, ഒരു ബെഡ് ഉണ്ട്, അത്രമാത്രം. പിന്നെ എല്ലാ റൂമും നമ്മൾ 3 BHK ആണ് എടുത്തിട്ടുള്ളത്. എല്ലാ റൂമും അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. മാസ്റ്റർ ബെഡ്റൂമിന്റെ തൊട്ടടുത്താണ് നമ്മുടെ വർക്ക് സ്പേസ് ഉള്ളത്. ഇതാ നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇതാ ഈ സാധനങ്ങളൊക്കെ കണ്ടു പരിചയം ഉണ്ടാവും. ഈ ഒരു ചെടിയും ലൈറ്റൊക്കെ കണ്ടു പരിചയം ഉണ്ടാവും. ഇതാണ് എൻ്റെ റിംഗ് ലൈറ്റ് ആണിത്. ട്രൈപോഡൊക്കെ എല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡിന്റെ വർക്ക് സ്പേസ് ആണ് ഇതാ ഇവിടെ. ഈ ടേബിളൊക്കെ നിങ്ങൾക്ക് കണ്ടു പരിചയം ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ്. ഈ ഒരു റൂം നമ്മൾ വർക്ക് സ്പേസ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഗസ്റ്റ് റൂമിലേക്ക് പോകാം. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിന്റെയും വർക്ക് സ്പേസിന്റെയും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഗസ്റ്റ് റൂം വരുന്നത്. നമ്മൾ കയറി വരുന്നതിന്റെ ജസ്റ്റ് റൈറ്റ് സൈഡിലായിട്ടാണ് ഗസ്റ്റ് റൂം വരുന്നത്. ഇതിനുള്ള ആക്ച്വലി നമ്മൾ അങ്ങനെ അധികം സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് കോട്ടും മാട്രസും ഉണ്ട്. പിന്നെ അയൺ ചെയ്യുന്ന അയൺ ബോർഡും കാര്യങ്ങളൊക്കെയാണ്. ഇത് ആരെങ്കിലും ഒക്കെ വരുമ്പോൾ അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആരെങ്കിലും ഒക്കെ വീട്ടിൽ വരുമ്പോൾ ഒരു എക്സ്ട്രാ റൂമായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പൊ ഇതാ ഹാളിൽ നിന്ന് നമ്മുടെ ഡൈനിങ് സെക്ഷന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചൺ ഇതാ ഈ രീതിയിലാണുള്ളത്. എനിക്ക് ആക്ച്വലി കിച്ചൺ കുറച്ച് വലുതാണ് എപ്പോഴും ഇഷ്ടം. അപ്പൊ നമ്മൾ എപ്പോഴും ഫ്ലാറ്റ് നോക്കുമ്പോൾ കിച്ചൺ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെ എപ്പോഴും നോക്കാറുണ്ട്. അപ്പൊ ഇതാണ് എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് വേണമെങ്കിൽ പറയാം. കിച്ചൺ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിൽ നിന്ന് പുറത്തേക്കൊരു വർക്ക് ഏരിയ പോലെ ഒരു ഇതുണ്ട്. ഇവിടെ ആക്ച്വലി ഇത് തുറന്നാലുണ്ടല്ലോ നല്ല കാറ്റാണ്, നല്ല സുഖമാണ്. പക്ഷെ ഇത് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് കിച്ചണിൽ വർക്ക് ചെയ്യാൻ പറ്റാറില്ല. കാരണം ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ ഫ്ലെയിം പറക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇവിടുന്ന് പുറത്തേക്കൊരു വ്യൂ ഉണ്ട്. അങ്ങനെ ഭയങ്കര വ്യൂ ഒന്നല്ല, പക്ഷെ നല്ല സുഖമാണ് ഇവിടുന്ന്. ഇവിടെ ജസ്റ്റ് നമ്മളെ വാഷിംഗ് മെഷീനും ഒരു വാഷ് ബേസിനൊക്കെ ഉണ്ട്. അപ്പൊ ചെറിയൊരു വർക്ക് ഏരിയ പോലെയാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പൊ ഇത്രയാണ് വീട്ടിന്റെ ഉൾഭാഗം കാണാനുള്ളത്. ഇനി പുറത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാല് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇത് ആക്ച്വലി 17th ഫ്ലോറിലാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. 16th ഫ്ലോറാണ് നോർമലി എന്താ ഫ്ലാറ്റ് ഒക്കെ ഉള്ളത്. 17th ഫ്ലോറിൽ റൂഫ് ടോപ്പിലായിട്ടാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളും. ഭയങ്കര നല്ല വ്യൂ ആണ്, ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്താ വെച്ചാൽ 2nd ഫ്ലോറിൽ ഒരു ജസ്റ്റ് ഒരു വാക്ക് വേ പോലെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ജോഗിങ് ട്രാക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പൊ അത് രണ്ടും ഞാൻ കാണിച്ചു തരാം. പിന്നെ ജിമ്മും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ ഞാൻ അതിന്റെ ഇടയിലായിട്ട് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതാ നമ്മൾ 17th ഫ്ലോറിലാണ് എത്തിയിട്ടുള്ളത്. റൂഫ് ടോപ്പ് ആണ്. ഈ കാണുന്നതാണ് സ്വിമ്മിംഗ് പൂള്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ നീന്താൻ വരാറുണ്ട്. ജിമ്മിൽ പോകാൻ മടി വരുമ്പോൾ നീന്താനാണ് വരാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള്. ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ല വ്യൂ ആണ്, ഫുള്ളായിട്ടുള്ള വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്താ സ്വിമ്മിംഗ് പൂളും അതിൻ്റെ വ്യൂ ഒക്കെ കാണിച്ചു തരാനുള്ളത്. ഇനി നമുക്ക് താഴെ വാക്ക് വേയിലേക്ക് പോവാം. അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിനിടയിൽ ഞാൻ ജിമ്മ് കാണിച്ചു തരാൻ മറന്നുപോയി. 17th ഫ്ലോറിലെ സ്വിമ്മിംഗ് പൂള്, 16th ഫ്ലോറിലാണ് ജിമ്മ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ജോഗിങ് ട്രാക്കും വാക്ക് വേ ആക്കിയിട്ടുള്ള ഒരു സ്ഥലം. ഇവിടെ അപ്പോൾ ഇവിടെ ഇടയ്ക്ക് നമ്മൾ ഊഞ്ഞാലാടാറുണ്ട്. കുട്ടികളുടെ ആണ്, പക്ഷെ ഇടയ്ക്ക് നമ്മൾ ഊഞ്ഞാലാടാറുണ്ട്. ഭയങ്കര കാറ്റാണ് ഇവിടെ. ഹെയർ പോകുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നല്ല സുഖമാണ്. വൈകുന്നേരമൊക്കെ ഇളം തണുത്ത കാറ്റോടെ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഇത്രയാണ് ഹോം ടൂറിൽ എനിക്ക് കാണിച്ചു തരാനുള്ളത്. ഇത്രയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ കാണാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്താ നമ്മുടെ 100Kൻ്റെ സെലിബ്രേഷനൊക്കെ നമ്മളൊന്നും പ്ലാൻ ചെയ്തൊന്നുമില്ല. നാട്ടിൽ പോകുന്നുണ്ട് അടുത്ത് തന്നെ. അപ്പോൾ അവിടെ എത്തിയിട്ട് എന്താ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയുള്ളൂ. പിന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും സിൽവർ പ്ലേ ബട്ടണൊക്കെ എപ്പോഴാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അതൊന്നും എനിക്കും ഐഡിയ ഇല്ല. എപ്പോഴാണോ വരുന്നത് അപ്പോൾ കാണാം, അത്രമാത്രം. നിങ്ങളുടെ മുന്നേ ഞാനത് ഓപ്പൺ ചെയ്യുള്ളൂ. നിങ്ങളുടെ ഒപ്പം ആ ഹാപ്പിനെസ് ഒക്കെ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണമല്ലോ. ഒരുപാട് ഹൈറ്റിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റ.